കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ഭക്തജനങ്ങൾ കൊടുക്കുന്ന ഒരുപാട് വഴിപാടുകൾ എന്നുള്ള നിലയിൽ അത് സ്വർണമായിക്കൊള്ളട്ടെ, മറ്റു വെള്ളിയായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും എത്തിച്ചേരാറുണ്ട്. ഇതിന് ഒരു അക്കൌണ്ടബിലിറ്റി വേണം. ആ അക്കൌണ്ടബിലിറ്റി എന്നുള്ള നിലയിൽ കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇതിന് ഒരു നടപടി ഉണ്ടാവുകയും കണക്കെടുപ്പ് നടത്തുകയും അത് പൊതുജനങ്ങളെ അറിയിക്കുവാനുള്ള അവസരവും ഒരുക്കിയെടുക്കണം എന്നുള്ളതാണ് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യം. അല്ല, ഞങ്ങള് ആദ്യം തന്നെ പറഞ്ഞു, ഇത് കുറെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളത് പരിശോധിച്ചാൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും. ആ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പ്രതികളാക്കിക്കൊണ്ട് ഈ വിഷയവുമായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും അതല്ല ആവശ്യം. ഇന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു ദേവസ്വം ബോർഡാണ്. അപ്പോൾ സർക്കാരിന്റെ അധീനതയിലുള്ള ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കുകയാണ്. അന്തസ്സുള്ളവരാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് അവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് മന്ത്രി മാത്രമല്ല, അതേപോലെ തന്നെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ മറ്റ് നിയമാനുസൃതമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് പറയുന്നത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ ഈ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം. അല്ല, ഇതെല്ലാം ആ അന്വേഷണം മറ്റു പല ആളുകളിലേക്കും എത്തിച്ചേരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കില്ല. അതാണ് ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന അന്വേഷണത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത് അവിടെയാണ്. ആ അന്വേഷണത്തിന്റെ പൊരുൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിൽ സത്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സിബിഐയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞത്. ആ സിബിഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞതിനെ ഇന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അതിനെ തടയിടുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ അമിത്ഷായെയും നേരിട്ട് കണ്ട് അവിടെ കാല് പിടിക്കാൻ പോയിട്ടുള്ളത്. പത്മകുമാറിനും മകനും ഇതിൽ ബന്ധമുണ്ടെന്ന് അവിടെ നിന്നുള്ള ഒരാളും കൂടിയാണല്ലോ. അദ്ദേഹത്തിന്റെ കാലയളവിലൊക്കെ അവിടെ പ്രവർത്തിച്ച ഒരാളുമാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ട്. ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് 1.5 കോടിയുടെ പാത്രം അഴിമതിയുടെ കഥയും പറയുന്നുണ്ട്. ഈ പരിപൂർണ്ണ അന്വേഷണത്തിൽ അതടക്കം ഉൾക്കൊള്ളിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്. അല്ല, അന്വേഷണം നടക്കട്ടെ. ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ എല്ലാ കാര്യങ്ങളും വരട്ടെന്നേ. അത് എന്തിനാ ഭയപ്പെടുന്നത്? അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമ്പോൾ ഓരോ കാര്യങ്ങളും പുറത്തു വരും. അത് വരട്ടെ. അല്ല, 2019 മുതൽ ഇവിടെ 2019 ആരാ ഇവിടുത്തെ ഭരണം? ശ്രീ പിണറായി വിജയനാണ്. അന്ന് ഇപ്പോഴും ഈ സമയത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണ് ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി ക്ഷണിച്ചത്. അപ്പോഴാണ് കോടതി ഇടപെടലൊക്കെ വരുന്നതും പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുവരെ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയില്ലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കള്ളനാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. അല്ല, അതിപ്പോ അതാണല്ലോ ഞങ്ങൾ പറയുന്നത്. എന്താ ഞങ്ങൾ പറയുന്നത്? ഇതിന്റെ അന്വേഷണം ഏത് നാള് മുതലാണ് ഇത് മോഷണം തുടങ്ങിയതെന്ന് വെച്ചാൽ ആ മോഷണ വസ്തു തിരിച്ചെടുക്കുക. അത് മാത്രമല്ല, അത് ഓരോ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം. ഭക്തജനങ്ങൾക്ക് ഇതൊക്കെ അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇത് അറിഞ്ഞിരിക്കണം. ഭക്തജനങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഏർപ്പാടുകളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ശബരിമല വിഷയത്തിൽ നിന്നും പോലീസിന്റെ നാട്ടുകാരുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് സർക്കാർ ശ്രമിച്ചത് എന്ന് കരുതുന്നുണ്ട്. അല്ല, ഞാനത് പറഞ്ഞല്ലോ. ഷാഫിയെ ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഷാഫിക്ക് നേരെ നടത്തിയ അക്രമ പ്രവർത്തനങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളും മറച്ചുവെക്കുന്നതിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്.